XUV300 ഇന്ത്യ സേഫസ്റ്റ് കാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ഗ്ലോബൽ NCPയിൽ അഡൽട്ട് സേഫ്റ്റിക്ക് 5 സ്റ്റാറും ചൈൽഡ് സേഫ്റ്റിക്ക് 4 സ്റ്റാർ കിട്ടിയ ഒരു വാഹനമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു സെഗ്മെൻറ്റാണ് സബ് കോമ്പാക്ട് SUV. ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് XUV300 മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് പെട്രോളിനും അതുകൂടാതെ ഡീസൽ ഓപ്ഷനും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് XUV300 ഡീസൽ ഓപ്ഷനാണ്. അപ്പോഴെല്ലാവർക്കും സുപ്രീം ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. XUV300 ഹ്യൂജ് ലെഗ് റൂമും ഇന്റീരിയർ സ്പേസുമാണ് ഉള്ളത്. അതിന് കാരണമുണ്ട്. കൊറിയൻ വാഹനമായ സാങ്യോങ് തിവോലിയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നവീകരിച്ച S100 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ഡിസൈൻ പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു മഹീന്ദ്രയുടെ ഒരു സിഗ്നേച്ചർ ഗ്രില്ല് നമുക്ക് കാണാവുന്നതാണ്. അതായത് പല സ്ലാട്ടുകളുള്ള ഒരു ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് തന്നെ മഹീന്ദ്രയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. ഹെഡ്ലാമ്പ് യൂണിറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു DRLs വരുന്നുണ്ട്. വളരെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു DRLs ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാർട്ട് വരെ കവർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റ് കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത്. ആ ബമ്പറിന് ഇരുവശങ്ങളുമായിട്ട് തന്നെ നമുക്ക് ഒരു ഫോഗ് ലാമ്പ് കാണാവുന്നതാണ്. അതിൻ്റെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ക്ലസ്റ്ററൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബമ്പറിന് നടുവിലായിട്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. ആ എയർ ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒരു ലിപ്പ് പാർട്ടൊക്കെ വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോണറ്റിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടർ ലൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു SUVക്ക് വേണ്ട എല്ലാ ലുക്കും നമ്മുടെ ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. XUV300 സൈഡ് പ്രൊഫൈൽ ഇതാണ്. അത്യാവശ്യം നല്ല ഒരു നീറ്റായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് കാണുന്നത് വീലാർച്ചുകളുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ്. അതായത് ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിൻ്റെ ചുറ്റിനുമുണ്ട്. ഒരു SUV ലുക്ക് കൂട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വീലാർച്ചുകളിലൊക്കെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ബോഡി ലൈനും എന്താ ഷാർപ്പായിട്ടുള്ള ഒരു ബോഡി ലൈൻസ് ആണ് വരുന്നത്. പിന്നിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി ലൈൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ ഈ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോ ഫോൾഡബിൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിറേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ABC പില്ലറിൽ ബ്ലാക്ക് ഷെയ്ഡ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലോസി ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് പ്രതീതി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്കൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലർ കൂടി നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് നമുക്കൊരു റൂഫ് റെയിൽ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീൽ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 17 ഇഞ്ച് ഒരു അലോയ് വീൽസ് ആണ് വരുന്നത്. അതായത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു XUV300 വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് വരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കീലെസ് എൻട്രി ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. മഹീന്ദ്ര 300 റേ പ്രൊഫൈൽ ഇതാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റുള്ള ഡിസൈൻ തന്നെയാണ്. അതായത് ഈഗിൾ പീക്ക് പാറ്റേണിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു സ്പ്ലിറ്റ് ചെയ്ത ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതായത് ബൂട്ട് ലിഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു മഹീന്ദ്രയുടെ ലോഗോ കാണാം. പിന്നെ നമ്മുടെ വേരിയന്റ് സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് XUV300 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് ലിഡിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ബമ്പറിൽ നമുക്ക് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു ഡുവൽ കളറിലുള്ള ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറും അതുകൂടെ തന്നെ ഒരു സിൽവർ കളറും. ഒരു സിൽവർ കളറിൽ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് വൈപ്പർ, ഡീഫോഗർ, അതുകൂടെ തന്നെ സ്റ്റോപ്പ് മൗണ്ട് ലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ആന്റിന കൂടെ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ലഗേജ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടണമെങ്കിൽ പിന്നിൽ ആൾക്കാരെ ആരും ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ 60-40 നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലഗേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് XUV300 ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ക്ലാസിക് ടച്ച് ഡിസൈനാണ് ഡാഷ്ബോർഡിനുള്ളത്. ഡുവൽ ടോൺ ബ്ലാക്ക് ബീച്ച് കളറാണ് ഈ ഒരു ഡാഷ്ബോർഡിന് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതിന് താഴെയാണ് ഒരു ഗ്ലോ ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. AC വെന്റുകൾ ക്രോമിൻ്റെയും പിയാനോ ബ്ലാക്ക് കളർ ഫിനിഷും കാണാം. മ്യൂസിക് സിസ്റ്റത്തിന് ചുറ്റുമായിട്ട് തന്നെ ഒരു സിൽവർ ഫിനിഷും മ്യൂസിക് സിസ്റ്റത്തിന് ഇരുവശങ്ങളുമായി AC വെന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 17.78 സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, GPS നാവിഗേഷൻ എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. റിയർ പാർക്കിംഗ് ക്യാമറ വിത്ത് ഡൈനാമിക് അസിസ്റ്റൻറ്റ് ലഭ്യമാണ്. ബ്ലൂ സെൻസ് പ്ലസ് എന്ന മൊബൈൽ കണക്ടിവിറ്റി ആപ്പിലൂടെ വാഹനത്തിൻ്റെ മിക്ക കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.
അതായത് ലോക്ക് ആൻഡ് അൺലോക്ക് വിത്ത് ഫോൺ, ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ്, അതുകൂടാതെ തന്നെ ലൊക്കേഷൻ ഷെയറിംഗ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അലർട്ട്, എമർജൻസി അസിസ്റ്റ്, ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ, അങ്ങനെ 40-ൽ പരം ഫീച്ചേഴ്സും ഉണ്ട്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലായി സ്റ്റിയറിംഗ് മൗണ്ടഡ് ഫോൺ ആൻഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളും നൽകിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ഫംഗ്ഷനോട് കൂടിയതാണ്. അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റിയറിംഗ് മോഡ്സിലൂടെ എഫോർട്ട്ലെസ് ഡ്രൈവിംഗ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നു. 3 മോഡുകളാണ് ഉള്ളത്: കംഫോർട്ട്, നോർമൽ, സ്പോർട്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഡ്രൈവർക്ക് വേണ്ട പ്രധാന ഇൻഫർമേഷൻസായ ഡോർ അജാർ വാർണിംഗ്സ്, ട്രിപ്പ്, ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ടു എംടി, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിലുള്ള ബട്ടൺ ഉപയോഗിച്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കളറുകൾ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റുവാൻ കഴിയും. അതായത് പല കളറുകളിലും. XUV300 മറ്റൊരു ഫീച്ചേഴ്സ് ടയർ പൊസിഷനാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഫംഗ്ഷന് പുറമെ ടയർട്രോണിക് ഓപ്ഷനുമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ട്രാക്ഷൻ ഓഫ് സ്വിച്ച്, മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി, പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് അസിസ്റ്റ് സ്വിച്ചും കാണാം. മ്യൂസിക് സിസ്റ്റത്തിന് താഴെയായി ഡുവൽ സോൺ ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ ധാരാളം ഫംഗ്ഷൻ സ്വിച്ചുകളും കാണാം. മ്യൂസിക് സിസ്റ്റത്തിൽ തന്നെയുള്ള റെഡ് സ്വിച്ചിൽ ഡീഫോഗർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, പിന്നെ സെറ്റിംഗ്സ്, ട്രിപ്പ് എന്നിവയുടെ ഫംഗ്ഷൻ സ്വിച്ചുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ചാർജിങ് സ്ലോട്ട്, ഓക്സ്, അതുപോലെ USB വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റ് കൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ താഴത്തേക്ക് വരുമ്പോഴും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് ആ ഒരു വാഹനത്തിൻ്റെ ഒരു കീ എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തും അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഡോർ പാഡുകളിലേക്ക് വരുമ്പോഴും നമുക്കൊരു ഡുവൽ കളറാണ് വരുന്നത്. അതായത് ബ്ലാക്കിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിലെ സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോറിൽ നമുക്ക് സ്പീക്കേഴ്സും കാണാം, അതുപോലെ ട്യൂറ്റേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോക്ക് ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഒരു ഡോർ തുറന്ന് കിടക്കുകയാണെങ്കിൽ റെഡ് കളറിൽ ഒരു അലേർട്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ രാത്രി കാലങ്ങളിൽ വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺ വൈസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു ലൈറ്റ് തെളിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പാസഞ്ചർ സൈഡിൽ സൺവൈസ് വിത്ത് വാനിറ്റി മിറേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ലൈറ്റിംഗ് ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്കൊരു സൺറൂഫിൻ്റെ സ്വിച്ച് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെളിച്ചം തരുന്ന ഒരു സൺറൂഫ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ഇപ്പോൾ നമ്മൾ XUV300 ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിലാണുള്ളത്. ഒരു ലെതർ സീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് ഉള്ളത്, നല്ല നീ റൂമും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രൈവർ സീറ്റിനെ നമുക്ക് മാനുവലായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മളിപ്പോൾ XUV300 സെക്കൻഡ് റോ സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉള്ളതും അതുകൂടെ തന്നെ ലെതർ സീറ്റുകളാണ് വരുന്നത്. അതുകൂടെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉൾഭാഗത്തെ ക്യാബിന് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഉള്ളത്. പിന്നെ സെക്കൻഡ് റോ സീറ്റിൽ 2 പേര് മാത്രമേ ഇരിക്കുന്നുള്ളെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നല്ല നീ റൂമുണ്ട്. അതുകൂടെ തന്നെ സീറ്റിന്റെ പുറകിലേക്ക് നമുക്ക് പേപ്പറും മറ്റും വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ടണൽ വളരെ മിനിമൽ ആയതുകൊണ്ട് തന്നെ മൂന്നാമതിരിക്കുന്ന ആൾക്കാർക്കും വളരെ കംഫർട്ടായിട്ടിരുന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നിൽ നമുക്ക് എന്താ പറയുക 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റുകളാണ് ഇതിൻ്റെ പിൻഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിന്നിലെ ഡോർ പാഡുകൾ ഡുവൽ ടോൺ കളേഴ്സാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സിൽവർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ ഇവിടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും ചെറിയ സ്റ്റോറേജ് ഏരിയയൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സോഫ്റ്റ് ടച്ചിങ്ങോട് കൂടിയ ഒരു ഹാൻഡ് റെസ്റ്റ് കൂടി നൽകിയിരിക്കുന്നു. XUV300 എഞ്ചിൻ ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടർബോ പെട്രോൾ, അതുകൂടെ തന്നെ ടർബോ ഡീസൽ എഞ്ചിൻസ് വരുന്നുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഏകദേശം 1.2 ലിറ്റർ ആണ്. അതുകൂടെ തന്നെ മാക്സിമം പവർ ഏകദേശം 110 PS, ടോർക്ക് ആകട്ടെ 200 Nm ടോർക്കുമാണ്. ഇതിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ, അതുകൂടെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ടർബോ ഡീസലിലേക്ക് വരുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 116.6 PS ആണ് അതിൻ്റെ ഒരു പവർ പറയുന്നത്. 300 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് ഉള്ളത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 116.6 PS ആണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 300 Nm ടോർക്കുമാണ് ഉള്ളത്. വളരെ റീഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഉള്ളിലേക്ക് അധികം സൗണ്ട് ഒന്നും വരുന്നില്ല. നല്ലതുപോലെ NVH മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. പവർ ഡെലിവറിയെ കുറിച്ച് പറയുമ്പോൾ
ടർബോ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അതായത് ഒരു ഇനീഷ്യൽ പവർ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പവറിൻ്റെയും ഒരു ടോർക്കിൻ്റെയും ആ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരു മികച്ച ഒരു ആക്സിലറേഷനാണ് നമുക്ക് ഈ ഒരു വാഹനം പ്രദാനം ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത ഒരു സസ്പെൻഷൻ കൂടിയാണ് XUV300 സിറ്റിയിലെ ഹൈവേയിലൊക്കെ ഈ വാഹനത്തെ നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നതാണ്. സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നിവയിലെ XUV300 പ്രത്യേകതയാണ്. ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മികച്ചൊരു ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. XUV300 സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ 7 എയർ ബാഗും, റോൾ ഓവർ മിറ്റിഗേഷൻ, അതുകൂടാതെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ABS പ്ലസ് EBD, കോർണർ ബ്രേക്കിംഗ് കൺട്രോൾ, ഓൾ 4 ഡിസ്ക് ബ്രേക്കാണ് മുന്നേ പറഞ്ഞതുപോലെ, പാനിക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി തെഫ്റ്റ് അലാറം, പാസഞ്ചർ എയർ ബാഗ് ഡീആക്ടിവേഷൻ സ്വിച്ച്, അങ്ങനെ പല ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. XUV300 ഒരു അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് 9.32 മുതൽ 16.07 വരെയാണ്. അപ്പോൾ സബ് കോമ്പാറ്റ് SUV സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് സേഫ്റ്റി ഫീച്ചേഴ്സും പെർഫോമൻസും സേഫ്റ്റിയുമുള്ള ഒരു മികച്ച വാഹനം തന്നെയാണ് XUV300. ടെസ്റ്റ് ഡ്രൈവിനായിട്ട് നമുക്ക് വെഹിക്കിൾ തന്നത് അനന്ത് കാർസ് ബാംഗ്ലൂർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഉടൻ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം.